ശ്രീ പാണ്ഡ്യാല ഷാജി, ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇവിടെ പക്വത കാണിക്കേണ്ടത് പാർട്ടി തന്നെ ആയിരുന്നില്ലേ? സത്യത്തിൽ എന്താ പറഞ്ഞാൽ ഇതിനകത്ത് ഒറ്റ വാക്കിൽ ഇത് പിന്നെ എൻ്റെ പോർഷൻ ഞാൻ പറയാം. ഇവരുടെ ഒരു പിന്നെ ലൈഫ് ഉണ്ടല്ലോ, അതായത് ഇവരുടെ പിന്നെ പരിഭവങ്ങൾ, പല സങ്കടങ്ങൾ, ആ സങ്കടങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു വടംവലിക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുതായിരുന്നു. ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ സങ്കടം അത് അവരുടെ ജെനുവിനായ സങ്കടമാണ്. നമ്മൾ ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു അധികാര കേന്ദ്രം, അത് സത്യത്തിൽ എന്താ പറയുക, നമ്മൾ പാർട്ടീൻ്റെ അകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ എന്താ ഞങ്ങൾക്കത് ഒരിക്കലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഞാനിത് ഒരു പാർട്ടിക്കാരനായി, എഡമൻ്റായ പാർട്ടിക്കാരനായി എന്ന് ആ പാർട്ടിയുടെ ദ്രഷ്ടകൾ, അതിൻ്റെ സംഹാരാത്മകതകൾ, ഇത് എന്താണെന്ന് മുഴുവൻ അറിഞ്ഞു വന്നിരിക്കുന്ന ഒരു വീട്ടിനകത്ത് നിന്ന് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ 10% അതിൻ്റെ ഭയാനകത പോലും. പക്ഷേ അതിനകത്ത് നിന്നപ്പോൾ പോലും അത്യാവശ്യം വായിക്കാനും അത്യാവശ്യം പഠിക്കാനും ഉണ്ടായിരിക്കുന്ന സാധ്യതകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അതൊരു പക്ഷേ ഞാൻ അതിൻ്റെ അത് പുറത്തു വരികയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ സമീപിക്കണമെന്ന് പറയാവുന്ന ഒരു ജനാധിപത്യ ബോധം ഉണ്ടാകുന്നത്. ഈ ജനാധിപത്യ ബോധം ഉണ്ടാക്കാത്തതിൻ്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞ ആളുകളെല്ലാം തന്നെ ഇത്ര എഡമൻ്റായി അങ്ങ് പറഞ്ഞേക്കുന്നത്. അത് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞേച്ചാൽ സംഗതി മാറിയില്ലേ? ഇപ്പം ഞാനിത് ഇതല്ലാത്തൊരു ഒറ്റൊരു വിഷയം ഇതല്ലാത്ത രീതിയിൽ ഞാൻ പരോക്ഷമായി ഞാൻ സൂചിപ്പിക്കാം. എൻ്റെ നാട്ടിൽ പിന്നെ ഏതാണ്ട് ഒരു 60-65 വയസ്സുണ്ടായിരിക്കുന്ന ഒരാൾ തീവണ്ടി തട്ടി മരിച്ചു. അദ്ദേഹം അവിവാഹിതനാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ സഹോദരിയുടെ 2 മക്കൾ അവർ വാസത്തിൽ വാവിട്ട് നിലവിളിക്കുകയാണ്. തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയ സംഭവമാണ്. പാർട്ടിക്കാരനാണ് അയാൾ. പക്ഷേ അയാൾ ആ ബോഡി അവിടെ കൊണ്ടുവന്ന് ഈ വാവിട്ട് നിലവിളിക്കുന്ന സംഭവം കണ്ടപ്പോൾ ഒരു അധികാരി പോയിട്ട് പറഞ്ഞത്, അത് ഞാൻ ഈ കോൺടസ്റ്റിനകത്ത് പേര് പറയുന്നത് ശരിയില്ല എന്നുള്ളതാണ് ഞാൻ പറയാത്തത്. പറഞ്ഞത് വാ പൂട്ടടാന്ന് പറഞ്ഞ് ഭയന്നിട്ട് ആ 2 കുട്ടികൾ ആ 2 പേരും വാ പൂട്ടുകയാണ് ചെയ്തത്. 2 പേരും വാ പൂട്ടി. ഈ വാ പൂട്ടുന്ന ചിത്രം ഉണ്ടാകാന്ന് പറഞ്ഞാൽ അവരുടെ സങ്കടം എന്തായിരിക്കും ശരിക്ക്? അവർ ഭയന്നത് എവിടെയാണ്? അവർ ഭയന്നത് ഈ പറയുന്ന മനുഷ്യന്റെ അധികാരത്തെയാണ് അവർ ഭയന്നത്. അവരുടെ സങ്കടം എന്തായി? ആ സങ്കടം അത് ഹൃദയവേദനയായി മാറുകയാണ് ചെയ്തത്. ആ ഹൃദയവേദനയായി മാറുന്നത് കൊണ്ടാണ് അതിന്റെ 1ാമത്തെ വാർഷികത്തിൽ മാതൃഭൂമി പത്രത്തിന് ഒരു പരസ്യം കൊടുത്തു. ആ കൊടുത്തിരിക്കുന്ന പരസ്യത്തിന്റെ വാചകം എന്താണെന്നറിയോ? പകയും വെറുപ്പും വഞ്ചനയും ഇല്ലാത്ത ലോകത്തേക്ക് പടികടന്നു പോയിരിക്കുന്ന പിന്നെ ചാച്ചന് എന്താ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ പറയിപ്പിക്കാൻ മാത്രം ഉണ്ടാകുന്ന സങ്കടം ഇത് എത്ര ആളുകളുടെ സങ്കടങ്ങളാണ്. ഇതെല്ലാം തന്നെ ഈ കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങേയറ്റം അസംബന്ധമായ ആഭിചാരങ്ങളാണ്. ഇത്തരം ആഭിചാരങ്ങൾ തുടരണമെന്നല്ല പറയേണ്ടത്, മറിച്ച് ഇത്തരം ആഭിചാരങ്ങൾക്ക് അന്ത്യം കുറിക്കണമെന്നാണ്. കാരണം മനുഷ്യന്റെ കണ്ണീരിനോളം വലിയ മറ്റൊന്നുമില്ലടോ, അതിനേക്കാൾ വലിയ സംഭവമില്ല. ഇവിടെയാണ് ഞാൻ പലതവണ പറയുന്നതാണ്. അക്കിത്തം അച്ചുവൻ നമ്പൂതിരിപ്പാടിന്റെ ഒരു വരിയുണ്ടതിനകത്ത്, മറ്റുള്ളവർക്കായി ഒരു കണ്ണീർ കണം പൊഴിക്കവേ ഉദിക്കയാണെന്ന ആത്മാവിൽ 1000 സൗരമണ്ഡലങ്ങൾ. ഇത് പറയുമ്പോഴാണ് വാസ്തവം എന്താണെന്നറിയോ? അതായത് നിങ്ങൾ അടിസ്ഥാനപരമായ ഒരു മനുഷ്യനാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടിയുടെ പൽചക്രങ്ങൾക്കകത്തെ യന്ത്രങ്ങൾ മാത്രമായി മാറുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എവിടെയുണ്ട് വൈകാരികത? എവിടെയുണ്ട് സങ്കടങ്ങൾ? ഇവിടെയുണ്ട് വേദനകൾ? ഇവിടെയുണ്ട് വിഹ്വലതകൾ? മറിച്ച് പാർട്ടി എന്ന് പറയുന്ന അധികാരത്തിന്റെ ഇത് മാത്രം വിജയിക്കണം, അതിന്റെ അർമാദിപ്പിൽ എന്താവണം, ഈ ലോകം മുഴുവൻ തന്നെ വിരാജിച്ചിട്ട് അങ്ങനെ പാറാനുള്ളതല്ല ചുവന്ന കൊടി, അങ്ങനെ പാറാനുള്ളതാണ് ചുവന്ന കൊടി എന്നുള്ള അഥമ ബോധത്തിൽ നിന്ന് പിന്നെ എന്തൊരു പിൻവാങ്ങിയിട്ട് ആ സങ്കടത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവർ പറയുന്നതിനകത്തുള്ള ജനാധിപത്യപരമായ അവസ്ഥയെ അംഗീകരിക്കാനുള്ള സന്മനസ്സുണ്ടാവുക, അല്ലെങ്കിൽ മാന്യത കാണിക്കുക എന്നുള്ളതാണ് അതിനകത്ത്. അത് ഞാൻ പാർട്ടി എന്ന് പറയുന്ന തീരുമാനത്തെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞ് നാളെ ദുർവ്യാഖ്യാനം പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ല. അത് മറിച്ച് അവർ പറയുന്നതിനകത്ത് ഒരു ശരിയുണ്ട് എന്നും ആ ശരിയുടെ പക്ഷമായിരിക്കും ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുമെന്ന് വിചാരിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവരുടെ സങ്കടങ്ങൾ, അവരുടെ പരാതികൾ, അവരുടെ പരിഭവങ്ങൾ അത് ജനുവിനാണ്. ആ ജനുവിനായിരിക്കുന്ന സംഭവത്തെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ബഹുമാനിക്കാൻ പഠിക്കുമ്പോഴാണ് ആ പാർട്ടി എന്താവുന്നത്, അതിന്റെ അർമാദിപ്പിന് അന്ത്യം കുറിക്കാനുള്ള ഒരു സംസ്കരണം അതിനകത്ത് നടക്കുക എന്നാണ് ഈ അവസാന വേളയിൽ പിന്നെ മേഡം എനിക്ക് പറയാനുള്ളത്. ശരിക്കും അതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും MM ലോറൻസ് എന്ന മുതിർന്ന നേതാവിൻ്റെ മകളാണ് ആശാ ലോറൻസ്. അവരുടെ വാക്കുകൾക്ക് പാർട്ടി വില കൽപ്പിച്ചേ മതിയാകുകയുള്ളൂ. അല്ലാതെ നിയമസഭയിൽ ആക്രോശിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നവരെ പറയുന്നു എന്ന് കൈ ചൂണ്ടിക്കാണിക്കുന്ന ആ ആവേശം സ്വന്തം കുടുംബത്തിൽ മാത്രം കാണിക്കാനുള്ളതല്ല. മറ്റ് പല മുതിർന്ന നേതാക്കൾക്കും കുടുംബമുണ്ട്, അവർക്ക് വൈകാരികതയുണ്ട്. അതൊക്കെ മാനിക്കണം. അവിടെയൊന്നും അധികാരത്തിൻ്റെ ഗർവോ ധാർഷ്ട്യമോ കാണിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് എത്ര നാൾ ആകും? തിരിച്ചും ചൂണ്ടുവിരലുകൾ വരും എന്നുള്ളത് ഓർത്താൽ നന്ന്.